മിനർവ അക്കാദമിയിൽ 3-ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു. മെഡിക്കൽ ലാബ് ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, കാർഡിയാക് കെയർ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ CSSD, റേഡിയോളജി ടെക്നോളജി, ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് MBA കോഴ്സുകളും ആരംഭിക്കുന്നു. മിനർവ അക്കാദമി. കോൺടാക്ട് നമ്പർ 9995373833 അല്ലെങ്കിൽ 9895841933. മിനർവ അക്കാദമി, സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ്. 100-ാം വിക്ഷേപണം നടത്തി ചരിത്രം കുറിച്ച് ISRO. ഗതിനിർണയ ഉപഗ്രഹം NVS-02 ആണ് നിക്ഷേപിച്ചത്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് ഇന്ന് രാവിലെ 6:23 GSLV-യുടെ ചിറകിലേറിയാണ് ഉപഗ്രഹം കുതിച്ചുയർന്നത്. ഡോക്ടർ വി നാരായണൻ ISROയുടെ ചെയർമാനായി ചുമതലയേറ്റ ശേഷം നടക്കുന്ന ആദ്യ വിക്ഷേപണം കൂടിയാണിത്. GSLV ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിച്ചെന്നും ദൗത്യം വിജയകരമാണെന്നും ഡോക്ടർ നാരായണൻ അറിയിച്ചു. വിക്ഷേപിച്ച് 19 മിനിറ്റുകൾക്കകമാണ് GSLV ഭ്രമണപഥത്തിലേക്ക് എത്തിച്ചത്. NVS സീരീസിലുള്ള രണ്ടാമത്തെ ഉപഗ്രഹമാണ് NVS-02. ഇന്ത്യയിലെ ഉപയോക്താക്കൾക്കും അതുപോലെ തന്നെ ഇന്ത്യൻ ഭൂപ്രദേശത്തിന് 1500 കിലോമീറ്റർ ചുറ്റളവിലുമുള്ള പ്രദേശവുമാണ് ഉപഗ്രഹത്തിന്റെ പരിധിയിൽ വരിക. 2250 കിലോഗ്രാം ഭാരമാണ് ഉപഗ്രഹത്തിന് ഉള്ളത്. ഭൗമ വ്യോമ സമുദ്രഗതി നിർണയം, പ്രിസിഷൻ അഗ്രികൾച്ചർ, ഫ്ലീറ്റ് മാനേജ്മെന്റ്, മൊബൈൽ ഉപകരണങ്ങളിലെ ലൊക്കേഷൻ അധിഷ്ഠിത സേവനങ്ങൾ, ഉപഗ്രഹങ്ങൾക്കായുള്ള ഭ്രമണപഥ നിർണയം, IoT അടിസ്ഥാനമാക്കിയുള്ള ആപ്ലിക്കേഷനുകൾ, എമർജൻസി, ടൈമിംഗ് സേവനങ്ങൾ എന്നിവയ്ക്ക് വേണ്ടിയാണ് നാവിക് ഉപഗ്രഹങ്ങൾ ISRO വികസിപ്പിച്ചത്. NVS-01 കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ ISRO വിക്ഷേപിച്ചിരുന്നു. 62 PSLV, 16 GSLV, 7 LVM-3, 4 വീതം ASLV, SLV, 3 SSLV, ക്രൂ എസ്കേപ്പ് സിസ്റ്റം, സ്ക്രാംജെറ്റ് എഞ്ചിൻ, RLV-TD തുടങ്ങിയ ദൗത്യങ്ങളാണ് ഇതുവരെ ISRO പൂർത്തിയാക്കിയത്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.